അമ്മേ, ഭക്ഷണം ഉണ്ടാക്കിയോ? ഇല്ല, കുറച്ചേരം കൂടെ ആവുമ്പോ ഞാൻ വിളിച്ചേക്കാം. അമ്മ ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും. എന്താ അമ്മേ, എന്ന് നോക്കിയാലും ഈ കിഴങ്ങ്. അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടാക്ക്, ഇല്ലെങ്കിൽ പനീർ ഉണ്ടാക്കമ്മേ. ആഹാ, പനീറിന് എന്ത് വിലയാന്ന് അറിയാവോ നിനക്ക്? ഇപ്പൊ നീ ഉരുളക്കിഴങ്ങ് കഴിച്ചാ മതി, അതേ ഉള്ളൂ. അമ്മ ഇടയ്ക്കൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നൂടെ അമ്മേ? മോനെ, കുറച്ച് പൈസയൊക്കെ സമ്പാദിക്ക്, മുമ്പോട്ട് ജീവിക്കണ്ടേ. ലളിതയുടെ സംസാരം കേട്ട് രാം ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകും. ഈ ഒരു കഥ ഒരു കുടുംബത്തിന്റെയാണ്. ആക്രാന്തവും പിശുക്കുമുള്ള കുടുംബം. ലളിത അവളുടെ ഭർത്താവ് ലച്ചുറാം. എത്ര കിട്ടിയാലും മതിയാവില്ല. നല്ലവണ്ണം പൈസയൊക്കെ ഉണ്ടായിട്ടും ഭയങ്കരമായി പിശുക്കുമായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് മകൻ രാം വിഷമത്തിലായിരുന്നു. അച്ഛനും അമ്മയുടെ മുമ്പിൽ അവൻ ഒന്നുമല്ലായിരുന്നു. പിന്നീട്, അമ്മേ, നന്നായി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരൂ. രാവിലത്തെ ആലുപറോട്ടയുണ്ട്, പോയി കഴിച്ചോ നീ. എന്നും പൊറോട്ടയോ? ഞാൻ എങ്ങനെ കഴിക്കാനാ അമ്മേ? ഇനി ഞാനത് കഴിച്ചാൽ എനിക്ക് ഭ്രാന്താവും. എന്നാ പിന്നെ പാതി നീ കഴിച്ചിട്ട് പാതി അച്ഛന് വെച്ചേക്ക്. എന്റെ ദൈവമേ, അല്ല പിന്നെ നിങ്ങൾ എന്ത് കഴിക്കും? ഓ, എന്റെ കാര്യം നോക്കണ്ട, വൈകുന്നേരം കല്യാണം ഉണ്ടല്ലോ, അവിടെ പോയി നിറച്ച് കഴിക്കാം. പക്ഷെ കല്യാണം രാത്രിയല്ലേ അമ്മേ? അതിനെന്താ, ഇപ്പൊ വയറ് കാലിയാക്കി കഴിഞ്ഞാ രാത്രിയിൽ എല്ലാ സാധനങ്ങളും വയറ് നിറച്ച് കഴിക്കാമല്ലോ. അച്ഛനും അമ്മയും രണ്ടുപേരും കൊള്ളാം. ആ മോനെ, ഇതൊക്കെ ഞങ്ങൾക്കറിയാമെന്നേ. നോക്ക്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും വീമ്പിളക്കിയിട്ടില്ല. വലുതാവുമ്പോ നീയും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, മനസ്സിലായില്ലേ? അതെ, തീർച്ചയായും അച്ഛാ. ലച്ചുറാമും ലളിതയും അന്നൊന്നും കഴിച്ചില്ല. എന്നിട്ട് രാത്രി കല്യാണത്തിന്റെ അവിടുന്ന് പോയി വെട്ടി വിഴുങ്ങി. ഇത് കണ്ടോണ്ടിരുന്ന രാമന് നാണക്കേട് തോന്നി. അവന് നന്നായിട്ട് അറിയാം അച്ഛനും അമ്മയുടെ ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്ന്. അങ്ങനെ സമയം നീണ്ടുപോയി. രാം വലിയ കുട്ടിയായി. അവൻ രശ്മി എന്ന പേരുള്ള കുട്ടിയുമായിട്ട് പ്രണയത്തിലായി. പ്രശ്നമെന്ന് പറഞ്ഞാൽ രശ്മി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരുന്നു. ലക്ഷ്മി, ഒരു കോഫി കുടിച്ചാലോ? ആ, പോവാലോ. അല്ലേലും കുറെ ദിവസമായില്ലേ, എനിക്കൊരു കാപ്പി മേടിച്ചു തന്നിട്ട്. എന്നാ വാ, ഇന്ന് നമുക്ക് ABCDയിൽ നിന്നും കോഫി കുടിക്കാം. ആണോ? എന്നാ വാ, ABCDയിലെ കോഫി ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, ബാ പോവാം. അങ്ങനെ രാം അവളെയും കൊണ്ട് വലിയൊരു കടയിലോട്ട് പോയി. അവര് രണ്ടുപേരും കൈയും പിടിച്ചോണ്ട് സംസാരിക്കായിരുന്നു. അപ്പോഴാണ് അവൻ കാണുന്നത്, അപ്പുറത്തെ കടയിൽ അവന്റെ അച്ഛനും അമ്മയും വലിയ സഞ്ചിയും തൂക്കി നടക്കുകയായിരുന്നു. അച്ഛനും അമ്മയും എവിടെ എന്താ ചെയ്യുന്നത്? ദൈവമേ, അവരെങ്ങാനും ഞാനിവിടെ ഇരിക്കുന്ന കണ്ട ഒട്ടും ശരിയാവില്ല. എന്ത് ചെയ്യും? എങ്ങോട്ട് പോവും? രാം അച്ഛനും അമ്മയും കണ്ടതോടെ ടേബിളിന്റെ അടിയില് എന്തോ തപ്പുന്ന ഭാവത്തിൽ ഒളിഞ്ഞു. രശ്മിക്കാണേൽ ലച്ചുറാമും അനിതേനെയും മനസ്സിലായി. രാം, നിന്റെ അച്ഛനും അമ്മയും നോക്ക്, രാം വാ. ലക്ഷ്മി, അവർ കാണാതിരിക്കാനാ ഞാൻ താഴെ വന്ന്. അവരെന്നെ ഇത്രയും വലിയ കോഫി ഷോപ്പിൽ കണ്ടു കഴിഞ്ഞാ പിന്നെ ശരിയാവില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അവരെയും കൂടെ വിളിക്ക്, പുറത്ത് എന്ത് ചൂടാന്നറിയൂ. അയ്യോ, അവരെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാ ഇന്ന് എന്റെ അന്ത്യമായിരിക്കും. നീ മിണ്ടാതിരിക്കേ. ലച്ചുറാമും ലളിതയും പോയതിനു ശേഷം രാം ടേബിളിന്റെ അടിയിൽ നിന്നും പുറത്തു വന്നു. രാം പിന്നീടുള്ള കാര്യം മുഴുവൻ പറഞ്ഞു. ഇത് കേട്ടതോടെ രശ്മിക്ക് ടെൻഷനായി. എന്തൊരു ലക്ഷ്മി, എന്താ ആലോചിക്കുന്നേ? അത് വേറൊന്നുമല്ല, നിന്റെ അച്ഛനും അമ്മയും ഇത്രയും ആക്രാന്തവും പിശുക്കൊക്കെ ഉള്ളവരാണെങ്കിൽ എന്നെ എങ്ങനെ നിന്നെ കെട്ടിച്ചു തരുമെന്നാ. ഇത് തന്നെയാ ഞാൻ രാവും പകൽ ആലോചിക്കുന്നേ. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ കല്യാണം കഴിക്കൂ. രാം അവന്റെ അച്ഛനും അമ്മയോടും രശ്മിയുടെ കാര്യം പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും രശ്മി പാവപ്പെട്ട വീട്ടിലെയാന്ന് അറിഞ്ഞപ്പോഴേക്കും കല്യാണം നടത്തിക്കൊടുക്കില്ല എന്ന് പറഞ്ഞു. രാം അവന്റെ വാശിയിൽ നിന്നും മാറിയില്ല. കാരണം അവളെ അവൻ ഒരുപാട് സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവൻ കോർട്ട് മാരേജ് ചെയ്തു. കല്യാണം കഴിഞ്ഞ് രാം രശ്മിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛാ, അമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് രശ്മിയില്ലാതെ ജീവിക്കാനാവില്ല. ഞങ്ങളോട് ക്ഷമിക്കണേ അച്ഛ അമ്മ, പ്ലീസ്. വരൂ, ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ല. നിന്റെ വിവാഹം നടത്താനായിട്ട് വലിയ ചെലവ് ആവശ്യമായിരുന്നില്ലേ? അമ്മായിയച്ഛൻ പറഞ്ഞ കാര്യം കേട്ട് രശ്മി ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്തു പിശുക്കന്മാരാന്ന്. ലച്ചുറാമും ലളിതയും രശ്മിനെ സ്വീകരിച്ചു. പക്ഷെ സ്ത്രീധനം കിട്ടാത്തത് കൊണ്ട് അവർക്ക് എന്തോ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലച്ചുറാമും ലളിതയും രശ്മിനെ എപ്പോഴും കുറ്റം പറയുമായിരുന്നു. പിന്നീട് ഒരു ദിവസം, രശ്മി, ഇന്ന് ആഹാരത്തിന് പുലാവ് ഉണ്ടാക്ക്. എന്റെ ദൈവമേ, ഗ്രീൻ പീസിനിപ്പൊ എന്താ വില. നിന്റെ വീട്ടില് പുലാവൊക്കെ ഉണ്ടാക്കുവോ എന്തോ? പിന്നെ ഒരു കാര്യം പറയാം, ഈ വീട്ടിൽ വന്നു കയറിയത് നിന്റെ ഭാഗ്യമാണ്. ലളിത പറഞ്ഞ കാര്യം കേട്ട് അവർക്ക് രണ്ടുപേർക്കും നല്ല വിഷമമായി. പക്ഷെ ആ സമയത്ത് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. രശ്മി കരുതിയത് ലളിതേനെ പതുക്കെ പതുക്കെ ശരിയാക്കി എടുക്കാമെന്ന്. പക്ഷെ ലളിതയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ആയിരുന്നു. അടുത്ത ദിവസം, അതേ രാമോനെ, നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നോ? എന്താ അമ്മേ? അതാ ഷിഫ്റ്റ് ടൂർ ട്രാവൽസ് ഇല്ലേ മാർക്കറ്റിലെ, അതെ. എന്തോ ഓഫർ ഉണ്ട് അവിടെ ഇപ്പോ. നേപ്പാളിലെ തീർത്ഥയാത്രയ്ക്കെന്തോ. ഞാനും അച്ഛനും വിചാരിച്ചു അങ്ങ് പോയാലോ എന്ന്. ദൈവത്തിനെ ഒന്ന് തൊഴുതിട്ട് വരാലോ.
വളരെ നല്ല കാര്യമല്ലേ? നല്ലത് തന്നെ ചിന്തിച്ചത്. കുറച്ച് ദിവസം ഒന്ന് കാത്തിരിക്കുക. എന്റെ ശമ്പളം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ, അപ്പോഴേക്ക് അവരുടെ ഓഫറൊക്കെ തീർന്നു പോവും. അമ്മ, ഇപ്പൊ എന്റെ കയ്യിൽ അത്രയും പൈസയില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, രശ്മിയുടെ അച്ഛനോട് കടം ചോദിക്കേ. 2 വീടും ഒന്ന് തന്നെയല്ലേ, അല്ലേ മോനെ? രാം വിഷമത്തോടെ അതേന്ന് പറഞ്ഞു. അമ്മയുടെ അടവെന്താണെന്ന് രാമിന് പിടികിട്ടിയിരുന്നു. അവിടെ എങ്ങനെയൊക്കെയോ രശ്മിയുടെ അച്ഛൻ പൈസ ഉണ്ടാക്കി അവന് കൊടുക്കും. ഇപ്പോഴല്ലേ ലളിതയുടെ കളി തുടങ്ങിയത്. നേപ്പാളിൽ നിന്നും മടങ്ങി വന്ന ലളിത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രശ്മിയുടെ അച്ഛന്റെ മുമ്പിൽ പൈസയുടെ കാര്യം പറയും. അയ്യോ, അതിനിപ്പോ എന്താ, 2 വീടും ഒന്നല്ലേ? അതെ അമ്മ, ശരിയാ പറഞ്ഞത്. അങ്ങനെ സമയം നീണ്ടുപോയി. ഒരു ദിവസം രശ്മി വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ബിരിയാണി ഉണ്ടാക്കി. എല്ലാവർക്കും ബിരിയാണി ഒരുപാട് ഇഷ്ടമായി. കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ആ മോളെ കൊള്ളാം, നന്നായി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എവിടെന്നാ പഠിച്ചത്? അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാ. നല്ല കാര്യമാണ്. പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ 2 പേരും വിരുന്നിന് വിളിക്കാത്തെന്ത്? ഒരു കാര്യം ചെയ്യ, ഈ ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നൊന്ന് പറ. അവരുണ്ടാക്കിയ ബിരിയാണി കഴിക്കാനേ. പിന്നെ പറയണം, ബിരിയാണി ഉണ്ടാക്കുമ്പോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടുതലിടാൻ. ശരി അമ്മ. ലളിത പറഞ്ഞ കാര്യം കേട്ട് രശ്മിക്ക് ടെൻഷനായിപ്പോയി. അവൾക്ക് നന്നായിട്ടറിയാം അവളുടെ അച്ഛന്റെ കയ്യിൽ ഇനി അധികം പൈസയൊന്നുമില്ല എന്ന്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിരിയാണി അച്ഛന് താങ്ങൂലാന്ന് നന്നായിട്ടറിയാം. ഇതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അവൾ ആലോചിച്ചു. സൺഡേ ആയപ്പോഴേക്കും എല്ലാരും രശ്മിയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതിൽ കശുവണ്ടി, കിഷ്മിഷ് എല്ലാം ഉണ്ടായിരുന്നു. പിശുക്കരായ ലച്ചുറാമു ലളിതയുടെ കാര്യം പറയണ്ടല്ലോ. ഇന്നമ്മ, എന്റെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചു നോക്ക്. ആഹാ, സ്നേഹം കൊണ്ടുണ്ടാക്കി തന്നല്ലേ, കഴിക്കാതിരിക്കോ? ഞങ്ങള് വയറ് നിറച്ച് കഴിക്കും. ബിരിയാണി കണ്ടതോടെ ലച്ചുറാമും ലളിതയും അതിലങ്ങ് വീണുപോയി നിറച്ച് കഴിച്ചു. എന്നിട്ടും ബാക്കി ബിരിയാണി മിച്ചം വന്നു. ഒരു കാര്യം ചെയ്യാമ്മ, ഈ ബാക്കിയുള്ള ബിരിയാണി പാക്ക് ചെയ്താലോ? വീട്ടിൽ ചെന്ന് നമുക്ക് കഴിക്കാം. ആ, അത് നല്ല ഐഡിയ. ബാ കൊണ്ടോ. രാം ഇതെല്ലാം കണ്ട് വിഷമിച്ചു. രശ്മിയുടെ മുഖത്ത് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അടുക്കളയിൽ ലളിത ഒച്ചയിൽ നിലവിളിച്ചു. രശ്മി, എടി രശ്മി, ഇവിടുത്തെ ബസ്മതി അരിയൊക്കെ എവിടെ പോയി? ഇവിടുത്തെ അണ്ടിപ്പരിപ്പ് കിഷ്മിഷൊക്കെ എവിടെ പോയി? ഓഹോ, അത് ഞാൻ ഇന്നലെ എന്റെ കൂടെ കൊണ്ടുപോയിരുന്നു. ആ അരി കൊണ്ടും ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടാ ബിരിയാണി ഉണ്ടാക്കിയത്. അതെന്താന്നറിയോ, അവരുടെ അടുത്ത് പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയെല്ലാം. അല്ലേലും 2 വീടും ഒന്ന് തന്നെയല്ലേ അമ്മ? ഇപ്രാവശ്യം ലളിതയ്ക്ക് നല്ല ഉത്തരം കിട്ടി. തിരിച്ചു പറയാൻ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അടുക്കളയുടെ വാതിലവിടെ നിന്നിരുന്ന രാം ഭാര്യയുടെ ഈ ഒരു ബുദ്ധി കണ്ട് മനസ്സാലെ സന്തോഷിച്ചു. അല്ല ശാന്ത സഹോദരിയോ, വരൂ വരൂ. ഇന്ന് ഞാൻ നിങ്ങളെ ഓർത്തതേയുള്ളൂ. ചേട്ടാ, 4 കിലോ ബിരിയാണി പാക്ക് ചെയ്യൂ. വീട്ടിലെ അതിഥികളുണ്ടേ. അവരോട് ബിരിയാണിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. അപ്പൊ അവർക്ക് കഴിക്കണമെന്ന്. ശരി ശരി ശാന്ത സഹോദരി, ഇപ്പൊ തന്നെ പാക്ക് ചെയ്തോളാം. അതിന്റെ കൂടെ സാലഡും ചട്നിയും കൂടി എടുക്കാം. ബിരിയാണി നല്ല ചൂടുണ്ട്. നിങ്ങളുടെ അതിഥികൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ബിരിയാണി ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ? ഇതാണ് കിഷൻഗഡിൽ താമസിക്കുന്ന മദൻ ലാൽ. ഈ ഗ്രാമത്തിൽ ബിരിയാണി വിറ്റ് ജീവിക്കുന്ന ആളായിരുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും അവന്റെ ബിരിയാണി ഇഷ്ടമായിരുന്നു. എന്നും അവന് നല്ല കച്ചവടമൊക്കെ കിട്ടുമായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ കച്ചവടം കൂടുതലായിരിക്കും. അങ്ങനെ സമയം നീണ്ടുപോയി. ഒരു ദിവസം വീട്ടിലെത്തിയിട്ട് മദൻ കണക്കൊക്കെ നോക്കുമായിരുന്നു. ഓ, കടേന്ന് വന്നതേ അല്ലുള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ കണക്ക്? അതേ, വന്ന് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് നമുക്ക് കണക്ക് നോക്കാം. അനിത, ഇങ്ങനെ ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാ നല്ലൊരു ജീവിതം ഉണ്ടാവുക? ഇല്ല, എങ്ങനെയെങ്കിലും എന്റെ ജോലി നന്നാക്കിയെടുത്ത് മുന്നോട്ട് പോകണം. ഇപ്പം മദൻ എന്തേലും ഒരു കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് വരുമാനം കൂട്ടണം എന്നുള്ള ആഗ്രഹത്തിലായി. അതിനുവേണ്ടി വില കൂടിയ ബിരിയാണി അരി മാറ്റി വില കുറഞ്ഞ റേഷൻ അരി വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അല്ല ചേട്ടാ, ഈ ചോറൊക്കെ വളരെ ചെറുതാണല്ലോ. ഇതിന്റെ സ്വാദും വ്യത്യാസമുണ്ട്. ഇല്ല രമേശ്, അതിൽ ഇഷ്ടം പോലെ ചോറുണ്ട്. പിന്നെ മാത്രമല്ല, ഇത്ര കുറച്ച് പൈസക്ക് ഈ ബിരിയാണി എവിടെയും കിട്ടില്ല. അയ്യോ ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇവിടെയുള്ള ചേട്ടന്റെ ഈ ബിരിയാണി വളരെ നല്ലതാണ്. അന്നേ ദിവസം പോലും 2000-ൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയില്ല. അവൻ ആകെ സങ്കടത്തിലോട്ടായി. ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിരിയാണിയുടെ കൂടെ കൊടുത്ത സലാഡും ചമ്മന്തിയും നിർത്തി. അങ്ങനെയും ദിവസങ്ങൾ പോയി. ഒരു പ്രാവശ്യം നഗരത്തിലേക്ക് കാര്യത്തിന് പോയതാ. തിരിച്ചു വരുന്ന വഴി കാട്ടിലൂടെയാണ് അവൻ തിരിച്ചു വരുന്നോണ്ടിരുന്നത്.
അവൻ ശ്രദ്ധിച്ചു, അവിടെ കുറച്ച് ആദിവാസികൾ പട്ടിയുടെ മാംസം തീയിൽ വെച്ച് ചുട്ട് തിന്നുകയായിരുന്നു. അത് കണ്ട് മദൻലാൽ അവിടെ അവരുടെ അടുത്ത് പോകും. അല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഈ നായയെ ഭക്ഷിക്കുന്നോ? അതെ, ഞങ്ങൾ ആദിവാസികളാണ്. ഞങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടാതെയാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളതിനെ പിടിച്ച് പാചകം ചെയ്ത് കഴിക്കും. ഇതിന് വളരെ സ്വാദാണ്. എന്താ, കഴിക്കുന്നോ? ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ കഴിച്ചോ. മാർക്കറ്റിൽ ചിക്കനൊക്കെ എന്താ വില? ഒരുപാട് പൈസ അതിനു വേണ്ടി ചിലവാക്കി കളഞ്ഞു. അതുകൊണ്ട് ഞാനും അയാൾ ചെയ്തതുപോലെ പട്ടി ബിരിയാണി ഉണ്ടാക്കി വിറ്റാലോ? എന്തായാലും മാംസാഹാരം കഴിക്കുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പിന്നെ കോഴി ആയാലെന്ത്, പട്ടി ആയാലെന്ത്. അടുത്ത ദിവസം തന്നെ മദൻലാൽ കാട്ടിലേക്ക് പുറപ്പെടും. എന്നിട്ട് അവിടുന്ന് പട്ടി മാംസം എടുത്തോണ്ട് പോരും. അതിനെ വെട്ടിമുറിച്ച് എന്നിട്ട് അടുത്ത ദിവസം അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. അത് കഴിച്ചിട്ട് ഒരാൾ അവനോട് പറയും, അല്ല മദനൻ ചേട്ടാ, ഇതെന്താ ഈ ബിരിയാണിയിൽ ഒരു ലെഗ് പീസ് ഇല്ലല്ലോ? അതുമാത്രമല്ല, ഇതിന്റെ രുചിയും അല്പം വിചിത്രമാണ്. അല്ല, അത് ഇപ്പൊ തന്നെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നാളെ തന്നെ ലെഗ് പീസ് തരാം. ഇന്നെന്തായാലും തന്നത് കഴിക്കേ. അപ്പോഴേക്കും അവിടെ ശാന്ത ചേച്ചി വരും. ആ, വരൂ ശാന്ത സഹോദരി, കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. എന്ത് ചെയ്യാനാ മദൻ ചേട്ടാ, എല്ലാത്തിനും തീ പിടിച്ച വിലയാ. എന്നും ബിരിയാണി തിന്നാൻ പറ്റില്ലല്ലോ. 2 കിലോ ബിരിയാണി പാക്ക് ചെയ്തേക്കൂ. മദൻലാലിന് സന്തോഷമായി. കുറച്ച് ചെലവ് കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി. ശാന്ത ചേച്ചി വീട്ടിലേക്ക് ബിരിയാണി കൊണ്ടുവന്ന് പിള്ളേർക്ക് കഴിക്കാൻ അപ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് വൃത്തികെട്ട മണം വരും. അയ്യേ അമ്മ, എന്ത് വൃത്തികെട്ട മണോ ഇങ്ങോട്ട് താ. എന്തു മണോ ഇതിന്. അയ്യോ, ഞാൻ ഇതിനെ കളഞ്ഞിട്ട് വരാം കേട്ടോ. ശാന്ത ബിരിയാണിയും കൊണ്ട് പുറത്തു പോവുകയായിരുന്നു. അപ്പോ ഒരു ആദിവാസി വന്ന് അവളെ തട്ടും. അതെ, കണ്ണു പൊട്ടനാണോ? നോക്കി നടന്നുകൂടെ ഒന്ന്. എന്നോട് ക്ഷമിക്കണം, നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ? ഈ ബിരിയാണി അയാൾക്ക് കൊടുക്കാല്ലേ? പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, വെറുതെ എന്തിനാ കളയുന്നത്? അയാൾക്ക് കൊടുത്തേക്കാം. ഇച്ചിരി നല്ല കാര്യമെങ്കിലും ചെയ്തേക്കാം. എന്നാ എടുത്തോ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി? നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ ബിരിയാണി തന്നു. നിങ്ങൾ എന്തായാലും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ഒരിച്ചിരി ബിരിയാണി അവൻ വായിൽ വെച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്നെ എന്തിനെങ്ങനെ പറ്റിക്കുന്നത് സഹോദരി? പട്ടി ബിരിയാണി തന്നിട്ട് ഇതിനെ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നോ? ഇതെന്ത് തോന്നിവാസോ പറയുന്നത്? ഞാനൊരു ആദിവാസിയാ. കാട്ടില് ഒന്നും കിട്ടാതിരിക്കുമ്പോ പട്ടിയെ പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് പട്ടിയിറച്ചി കൊണ്ടുള്ള ബിരിയാണിയാണ്. ഇത് കേട്ട് ശാന്തയ്ക്ക് ദേഷ്യം വരും. അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മദൻലാല് കാട്ടിൽ പോയിട്ട് പട്ടിനെ കൊന്ന് അതിന്റെ മാംസം കൊണ്ടുവരും. വീട്ടിൽ ചെന്നിട്ട് പുറകിലിരുന്ന് ആരും കാണാതെ അതിനെ നുറുക്കും. അയ്യേ, നിങ്ങളിതെന്താ ചെയ്യണേ? പട്ടി മാംസമാണോ നിങ്ങൾ ബിരിയാണിക്കിടുന്നത്? നിങ്ങളപ്പോ ആൾക്കാരെ പറ്റിക്കുമായിരുന്നല്ലേ? അതിനെന്താ, ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണയാണ്. ഇന്നും ഞാൻ കടയിൽ പട്ടി ബിരിയാണി വിറ്റിട്ട് വരുന്ന വഴിയാ. ഇത് കണ്ടില്ലേ എനിക്ക് എത്ര പണം ലഭിച്ചെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും വീടിന്റെ അകത്ത് കയറിപ്പോവും. കുറച്ചേരം കഴിയുമ്പോ വീടിന്റെ പുറത്ത് കുറെ ആൾക്കൂട്ടങ്ങളാവും. അല്ല, ഇത്രയും ജനങ്ങൾ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നോ? ഇവർക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. ഇത് മേടിക്കാൻ വീട് വരെ വന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ബിരിയാണി ഇല്ല, നാളെ വന്നിട്ട് മേടിച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ നാളെ എന്തായാലും ചിക്കൻ ബിരിയാണി തരാം. ചിക്കൻ ബിരിയാണി അതോ പട്ടി ബിരിയാണി? അവര് പറഞ്ഞത് വളരെ ശരിയാണ്. നീ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ട് രാവിലെ തൊട്ട് ഛർദ്ദിച്ചോണ്ടിരിക്കുക. അത് എനിക്കും വയറിളക്കം ഉണ്ടായി. ചേട്ടോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആദിവാസിനെ കാണുമ്പോ തന്നെ മദൻലാൽ ഞെട്ടിപ്പോകും. ഇവനെ എന്തായാലും നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. ഇവനെ വെറുതെ വിടാൻ പാടില്ല. എന്ത് വൃത്തികെട്ട പരിപാടി അയാൾ കാണിച്ചത്. മദനെ പിടിച്ചോണ്ട് പോകാൻ എല്ലാരും നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഭാര്യ ലളിത വന്ന് എല്ലാവരോടും കൈകൂപ്പി മാപ്പ് ചോദിക്കും. മദൻലാലിനും അവൻ ചെയ്ത തെറ്റ് മനസ്സിലാകും. എന്നിട്ട് അവനും മാപ്പ് ചോദിക്കും. ആൾക്കാരെല്ലാവരും സങ്കടം തോന്നിയിട്ട് മാപ്പ് കൊടുക്കും. പക്ഷെ മദൻ അവനിനി ബിരിയാണി കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവനും മനസ്സിലായി. കാരണം ആരും വിശ്വസിച്ച് അവന്റെ കടയിലോട്ടിനി വരില്ല. Thanks for watching.